നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സ്റ്റേജ് കളർഫുൾ ആവണം. പിന്നെ അവളുടെ റെമ്യൂണറേഷൻ കൂടാതെ വിസ്മയക്ക് ഒരു ക്ലാസ് ഗിഫ്റ്റ് കൊടുക്കണം. അവൾക്ക് റെസ്റ്റ് ചെയ്യാനായിട്ടേ സെപ്പറേറ്റ് AC റൂം വേണം. വിസ്മയ വരുന്ന കാറ് പാർക്ക് ചെയ്യുന്നതും പ്രത്യേക ഭാഗത്തായിരിക്കണം. അവളെ സ്വീകരിക്കുന്നതൊക്കെ ഗംഭീരമാവണം. ശരി ഓക്കെ. തലേന്ന് ഞങ്ങള് സ്റ്റേജ് കാണാൻ വരും. പിന്നെ ഞങ്ങൾ നിർദ്ദേശിക്കുന്ന സ്പേസും കാര്യങ്ങളും ഒക്കെ സ്റ്റേജിൽ ഉണ്ടാവണം. അപ്പൊ എല്ലാം ശരി. ഓക്കെ. സിറ്റി ക്ലബിൽ നിന്നാ വ്യാഴാഴ്ചത്തെ പ്രോഗ്രാമിന്റെ കാര്യം ഓർമ്മിപ്പിക്കാനായിട്ട് വിളിച്ചതാ. സത്യം പറഞ്ഞാ മമ്മി, എനിക്ക് ടെൻഷൻ ആവാ. അവള് വരുമോ? എനിക്ക് സംശയം. എനിക്ക് ഒരു സംശയമില്ല, അവള് വന്നിരിക്കും. ഉറപ്പായിട്ടും വന്നിരിക്കും. പറഞ്ഞില്ലേ, ദൈവത്തെ ഇറക്കിയാ നമ്മൾ കളിച്ചിരിക്കുന്നെ. ആ സന്യാസി പറഞ്ഞത് അവളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാവും. ഇനി അഥവാ അവള് വന്നില്ലെങ്കിലോ? അങ്ങനെ ഒരു ചോദ്യം ഉദിക്കുന്നില്ല. അവള് വരും, പാടും, നമ്മൾ പറയുന്നത് പ്രവർത്തിക്കുകയും ചെയ്യും. ദൈവത്തിനാണ് സത്യം. ഗുഡ് മോർണിംഗ്. ജോഗിങ് കഴിഞ്ഞ് വന്നതല്ലേ, ഒരു ചൂട് ചായ. ശ്യാമ എവിടെ? ഭാര്യ തന്നാലേ കുടിക്കൂ. ഇതങ്ങോട്ട് കുടിക്കൂ. ഒരു പഴയ ഫ്രണ്ട് സ്നേഹത്തോടെ തരുമ്പം അത് സ്വീകരിക്കണം. അതാണ് മാനേഴ്സ്. ഇല്ലെങ്കിൽ ദേ ഞാൻ പിണങ്ങും. ഭാര്യയുടെ ഗുരുവാണ് ഞാൻ. മത്സരത്തിൽ ഭാര്യ ജയിക്കണോ തോക്കണോന്ന് ഞാനാ തീരുമാനിക്കുന്നത്. അത് മറക്കണ്ട. ശരി, ഞാൻ ചായ കുടിക്കാത്ത കാരണം ശ്യാമ തോക്കണ്ട. ചായ എങ്ങനെയുണ്ട്? കൊള്ളാം. കൊള്ളാന്ന് വെച്ചാ അടിപൊളിയല്ലേ? ശ്യാമേ, ഞാൻ ശ്യാമയോട് പറഞ്ഞില്ലേ, കോളേജിൽ ഇങ്ങനെ തന്നെയാ. ഞാനിനി വിഷം കലക്കി കൊടുത്താലും ശരി, സന്തോഷത്തോടെ വാങ്ങിക്കുടിക്കും. തന്റെ ടീച്ചർ ചായ കൊണ്ടുവന്ന് നിർബന്ധിച്ചപ്പോ പിന്നെ അതങ്ങ് കുടിക്കാന്ന് കരുതി. കള്ള, ഞാൻ നിർബന്ധിച്ചോ? നീ ഒരു ചടങ്ങിനെന്ന പോലെയല്ലേ വേണ്ടെന്ന് പറഞ്ഞേ. എന്നിട്ടിപ്പൊ കാല് മാറുന്നോ? തന്റെ ഈ ടീച്ചറെ കൊണ്ട് തോറ്റടോ ശ്യാമേ. കോളേജിൽ ഇങ്ങനെയായിരുന്നു, ഒരേ വാചകടി. ശ്യാമ, അഖിലിന് ഇനി മുതൽ വേണമെങ്കിൽ ഞാൻ തന്നെ ചായ കൊടുക്കാം. വന്ദൻ ഇത് എന്തൊക്കെയാ പറഞ്ഞേ? ഇതൊക്കെ രസല്ലേടോ. അത് പോട്ടെ, ചായ എങ്ങനെയുണ്ട്? കൊള്ളാം. ഞാൻ പറഞ്ഞു എന്റെ ദേഹത്ത് തൊടണ്ടാന്ന്. ഞാൻ തൊടും. വേണ്ട.
സർ എന്നെ പറ്റിക്കൊന്നും വേണ്ട കേട്ടോ. സാർ സാറേ സാറേ സാർ 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 എനിക്കറിയാം സാറിന്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന്. അഖിൽ സാർ സാറിനെ ദേഷ്യം പിടിപ്പിക്കാൻ ചെയ്തതാ സാർ. സാർ സാർ ഈശ്വര, കണ്ണ ഞാൻ അറിയാതെ ചെയ്തു പോയതാ. എനിക്ക് സാറിന് ഒരു അംശം പോലും സംശയമില്ല. ദൈവമേ, സാറിന്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കണ്ണ, അഖിൽ സാറിനൊന്നും വരുത്തല്ലേ സാർ. സാർ കണ്ണ, ഞാൻ സാറിനെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാ. ഈ ദേഷ്യം അഭിനയിച്ചതാ. അഖിൽ സാറിനൊന്നും വരുത്തല്ലേ എന്റെ കണ്ണ. ഈശ്വരൻ, ഓഹോ, പറ്റിക്കാനായിരുന്നല്ലേ ദേഷ്യം അഭിനയിച്ചത്? അതെ കൃഷ്ണ, ഞാൻ പറ്റിക്കാം. എന്നെ പറ്റിച്ചതല്ലേ? ഞാൻ എന്തോ ഒരു പേടിച്ചു പോയെന്നറിയോ? പേടിച്ചു പോയോ? എന്നാലേ എനിക്ക് ഞാനൊരു കാര്യം തരാം. ഇതെന്റെ ശ്യാമയ്ക്ക് പേടി മാറാൻ. ദാ. ആ. താങ്ങും. ശരി, പോയിട്ട് വരാം. ശരിയല്ല, ഈ രൂപമേ ശരിയല്ല. നിനക്കൊന്ന് വെളുത്തൂടായിരുന്നു. അഖിൽ സാറ് കോളേജിൽ പഠിച്ചിരുന്നപ്പോ ടീച്ചറിനെ ബൈക്കിലൊക്കെ കൊണ്ടുപോയി കാണും. കാരണം ടീച്ചറിന് നല്ല കളറാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.